നമ്മളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ സൽസ്വഭാവികളും തികഞ്ഞ വ്യക്തിത്വമുള്ളവരും ദൈവാശ്രയബോധവും ദൈവഭയവുമുള്ളവരും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള നല്ല പൗരന്മാരുമായിട്ട് നമുക്ക് അവരെ വാർത്തെടുക്കണം. അതിന് പരിജ്ഞാനമുള്ള മാതാപിതാക്കളും അവരുടെ പുറകിലുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ നില വെച്ച് പോയാൽ നമ്മൾ എത്തിയെടുത്തേ നമ്മുടെ പിള്ളേർ വരുവുള്ളൂ. ഒരിക്കലും അതല്ല. നമ്മൾക്കപ്പുറത്ത് അവർ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ വളർച്ചാ കാലഘട്ടത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവമേ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ എന്നെ സഹായിക്കണം, അവർക്ക് ഏറ്റവും നല്ലൊരു പേരൻ്റ് ആകാൻ എന്നെ കൃപ ചെയ്ത് അനുഗ്രഹിക്കണമെന്നുള്ള നിലയിൽ ഒരു നല്ല പിതാവിൻ്റെ അഭിഷേകം ലഭിക്കാൻ ഹസ്ബൻഡുമാരും ഒരു മാതൃ അഭിഷേകത്തിനായിട്ട് അമ്മമാരും പ്രത്യേകം ദൈവത്തോട് കൃപ ചോദിച്ച് മേടിച്ച് പ്രാർത്ഥിക്കണം. യേശുവിനെ ഉള്ളിൽ പ്രാപിക്കുന്ന നേരത്ത് വിശുദ്ധ മാലാഖം മുഖാന്തിരം വിശുദ്ധ കന്യാമറിയത്തിൻ്റെ അരികിൽ ദൂതൻ വന്നു നിന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പോൾ ഒരു കുഞ്ഞിനെ വളർത്തുക, ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ കൃപ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പൈതലിനെ ദൈവപദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള കൃപ വ്യക്തിയുടെ മേൽ വരുമ്പോഴേ ആ വ്യക്തിക്ക് ഒന്നെങ്കിൽ നല്ലൊരു പിതാവോ നല്ലൊരു മാതാവോ ആയി മാറാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ